മെസ്സി വന്നാലും ഇല്ലെങ്കിലും സ്റ്റേഡിയം അവിടെ പണിയും എന്നാണ് സ്പോൺസർ പറയുന്നത്. പക്ഷേ മെസ്സി വന്നാലും ഇല്ലെങ്കിലും സ്റ്റേഡിയം പണിതാലും നമുക്കറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് ഇതിനിടയിലുണ്ടായ കരാർ എന്നാണ്. സർക്കാരും ഈ സ്പോൺസറും തമ്മിലുള്ള കരാർ എന്താണ് എന്നുള്ളതാണ്. ആ കരാറിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. GCDA കൃത്യമായി അതിനൊരു മറുപടി നൽകുന്നില്ല, സ്പോൺസർ കൃത്യമായ മറുപടി പറയുന്നില്ല, മന്ത്രിയും മറുപടി പറയുന്നില്ല. ഒരു സർക്കാർ സ്ഥാപനത്തിൽ സ്വകാര്യ വ്യക്തി പണിയെടുപ്പിക്കുമ്പോൾ അതിന് ഇടയിൽ ഒരു കരാറില്ലാതെ അതെങ്ങനെയാണ് മുന്നോട്ട് പോവുക? സാമാന്യ ബുദ്ധിയിൽ ആലോചിച്ചാൽ അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താണ്? അജിംസ, ഒരു കരാറില്ലാതെ എങ്ങനെയാണ് സർക്കാരിൻ്റെ ഒരു സ്റ്റേഡിയത്തിൽ ഒരു സ്വകാര്യ വ്യക്തി ജോലികൾ എടുപ്പിക്കുന്നത്, അതും കോടികൾ ചിലവിട്ട് ജോലികൾ എടുപ്പിക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് കിട്ടില്ലേ? അർജന്റീനയും വെനസ്വേലയും തമ്മിൽ കൽക്കട്ടയിൽ ഒരു ഫ്രണ്ട്ലി നടന്നത് നൗഫൽ ഓർക്കുണ്ടാവും. ഏത് വർഷമായിരുന്നത്? 2014 തോന്നുന്നു. യെസ്. ആ ഫ്രണ്ട്ലി യഥാർത്ഥത്തിൽ ഓർഗനൈസ് ചെയ്തത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനാണ്. അപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിൽ 10 പൈസ ഉണ്ടായിരുന്നില്ല. കാശില്ലാത്തതുകൊണ്ട് അത് നടത്തേണ്ടതില്ല എന്നൊക്കെ തീരുമാനിച്ചിരുന്ന സമയത്ത് കൽക്കത്തയിലൊരു ക്ലബ്ബാണ് അതിൻ്റെ മുഴുവൻ ഫണ്ടും വഹിച്ചത്. അപ്പോൾ അവർ ഫണ്ട് കൊടുത്തു. ബാക്കി മുഴുവൻ കാര്യങ്ങളും ലോജിസ്റ്റിക്സ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനാണ് നടപ്പാക്കിയത്. ഇപ്പോൾ കേരളത്തിലെ കാര്യം നോക്കുക. കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഓർഗനൈസർ ആരാണ്? അതാണ് എൻ്റെ യഥാർത്ഥ ക്വസ്റ്റ്യൻ. യഥാർത്ഥത്തിൽ ഇത് ഓർഗനൈസ് ചെയ്യുന്നത് കേരള ടീമാണ്, അല്ല കേരള സർക്കാരാണ്. അപ്പോൾ കേരള സർക്കാർ മുമ്പ് അർജൻറ്റീന തന്നെ ഞങ്ങൾ ഇന്ത്യയിൽ ഒരു ഫ്രണ്ട്ലി കളിക്കാൻ തയ്യാറാണ് എന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചു. കാരണം ഇന്ത്യയിൽ അർജൻറ്റീന ടീമിനുള്ള ഫാൻസിൻ്റെ ബാഹുല്യം കൊണ്ടാണ് അവർ അങ്ങനെ തീരുമാനിച്ചത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എന്ന് പറഞ്ഞത് 2023 തോന്നുന്നു. 2021 അവർ പറഞ്ഞത് ഞങ്ങളിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞു, ഒഴിവാക്കിയിരുന്നു. ആ സാഹചര്യത്തിലാണ് കേരളത്തിലെ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ കേരളത്തിൽ നടത്താം എന്ന് തീരുമാനിക്കും. കാരണം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പൈസ ഇല്ലാത്തതുകൊണ്ട് നടപ്പാക്കും, കേരളത്തിന് പൈസയ്ക്ക് ക്ഷാമമില്ല, ഇവിടെ നടപ്പാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നടത്തിക്കോളൂ, ഞങ്ങൾ എല്ലാ സഹായം ചെയ്യാമെന്ന് പറയുന്നു. പിന്നെയാണ് മന്ത്രിക്ക് പൈസ ഇല്ലാത്തതുള്ള ബോധം വരുന്നത്, സ്പോൺസർമാർ വേണം എന്ന് പറയുന്നു. ആദ്യം ജ്വല്ലറി ഉടമകളെയോ ഒക്കെ സമീപിക്കുന്നു. പിന്നീട് ഇപ്പോഴത്തെ സ്പോൺസർ രംഗത്ത് വരുന്നു. ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ സ്പോൺസറുടെ റോൾ എന്താണ്? ഇതിൻ്റെ ഓർഗനൈസർ ആരാണ്? ഈ മൗലികമായ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെയാണ് ഈ എൻ്റയർ പ്രോസസ്സ് തുടങ്ങിയതെന്നതാണ്. ഒരു പരിപാടിയുടെ ഓർഗനൈസർ സർക്കാരാണെങ്കിൽ, ഇപ്പോൾ സർക്കാരിൻ്റെ ഇന്ന് GCDAയുടെ ഒരു പത്രക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. പത്രക്കുറിപ്പിൽ പറയുന്നത് ഈ പരിപാടിയുടെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി സ്പോർട്സ് ഫെഡറേഷൻ കേരള എന്ന് പറയുന്ന ഒരു സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ, അതൊരു സർക്കാർ ഓർഗനൈസേഷനാണ്. മന്ത്രി വി അബ്ദുറഹ്മാൻ തന്നെയാണ് അതിൻ്റെ ചെയർമാൻ. അപ്പോൾ അവരാണ്. അപ്പോൾ അങ്ങനെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്തിനാണ് നമ്മൾ നടത്തുക? ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് നടപ്പാക്കാൻ വേണ്ടി പ്രത്യേകമായി രൂപീകരിക്കുന്ന കമ്പനിയാണ്, കമ്പനിയോ ഓർഗനൈസേഷനോ ഏജൻസിയോ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ GCDAയുടെ പത്രക്കുറിപ്പ് പ്രകാരം ഈ പരിപാടിയുടെ ഓർഗനൈസർ സ്പോർട്സ് ഫൗണ്ടേഷൻ കേരളയാണ്, SFK ആണ്. SFKയുടെ ഏതെങ്കിലും സാന്നിധ്യം നമ്മൾ ഈ എൻ്റർ പ്രോസസ്സിൽ എവിടെയും കണ്ടോ? ഇല്ല. അതിന് പകരം എന്താണ് ചെയ്യുന്നത്? സ്പോൺസർ തന്നെ പണം മുടക്കുന്ന ആളെന്താ ചെയ്യേണ്ടത്? ശരിക്കും ഈ ഇവൻറ്റിന് ഫണ്ട് ചെയ്യുക, അതിൻ്റെ ലാഭം എടുക്കുക, അതാണ് അയാളുടെ പണി. അതിലെന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ അയാൾ എടുക്കുക, ആ ലാഭത്തിൻ്റെ ഷെയറിങ് സംബന്ധിച്ച് ഡീലിംഗ് നടത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് അയാൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഓർഗനൈസേഷൻ്റെ പൂർണ്ണ ചുമതല സംസ്ഥാന സർക്കാരിനും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായ SFKക്കുമാണ്. അതല്ല ഇവിടെ സംഭവിച്ചത്. പകരം എന്ത് ചെയ്യുന്നു? പണം മുടക്കുന്ന സ്പോൺസർ തന്നെ ടീമുമായി നെഗോഷിയേറ്റ് ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫിഫയുടെ റൂൾ അനുസരിച്ച് ഒരു ഫ്രണ്ട്ലി മാച്ചാണെങ്കിൽ പോലും ആ ഫ്രണ്ട്ലി മാച്ചിന് അവിടുത്തെ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഇടപെടൽ നിർണായകമാണ്. ആ ഇടപെടൽ വൈകിയതുണ്ട്. ഇപ്പോൾ സ്പോൺസർ പറയുന്നു, മന്ത്രി പറയുന്നു ഉള്ള വേഷൻ നമുക്ക് മനസ്സിലാക്കിയാൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഇടപെടൽ വൈകിയത് കൊണ്ടാണ് ഈ ഫിഫയുടെ അനുമതി ഇല്ല ഇല്ല. ഫിഫയുടെ അനുമതി എന്തിനാണെന്നുള്ളത് മറ്റൊരു കാര്യം. ഫിഫയുടെ അനുമതി എവിടെയാണ്? ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഗ്രൗണ്ടിൻ്റെ സെക്യൂരിറ്റി അതുപോലുള്ള മറ്റ് സൗകര്യങ്ങളുണ്ടോ എന്നാണ് ഫിഫ പരിശോധിക്കേണ്ടത്. അതേസമയം അർജൻറ്റീനയുമായി കരാർ ഒപ്പിടാൻ ഫിഫയുടെ അനുമതി ആവശ്യമില്ല. ഫിഫയുടെ അനുമതി ഇല്ല അങ്ങനെ എന്തോ ആണ് പറഞ്ഞതെന്ന് തോന്നുന്നു അല്ലേ? കാരണമായി പറഞ്ഞതല്ല, ഫിഫയുടെ വിൻഡോയിലാണ് കളി വരേണ്ടത്. അപ്പോൾ ഫിഫ അറിയാതെ ഇന്ത്യയിലൊരു കളി നടക്കില്ല. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വഴി പോകണം. അതുമാത്രമല്ല, ഇവർ പറയുന്നത് ഗ്രൗണ്ടിന് ഫിഫ സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന് ഫിഫ എന്ത് ചെയ്യണം? സർട്ടിഫൈ ചെയ്യണം. കളിയുടെ 60 ദിവസം മുമ്പ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വഴി പോകേണ്ട ഒരു സാങ്ഷനാണിത്. അതാണ് ഇവിടെ കിട്ടാത്തത്. അദ്ദേഹം പറയുന്നത് 20 ദിവസം മതി എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം ഇതിന് മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്
ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് അറിഞ്ഞത്. ഫിഫയുടെ റെഗുലേഷനിൽ പച്ചക്ക് എഴുതി വെച്ചിട്ടുണ്ട് അത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഫ്രണ്ട്ലിയെ സംബന്ധിച്ചുള്ള ഫിഫയുടെ അനക്സർ 2-ലാണെന്ന് തോന്നുന്നു. ആർട്ടിക്കിൾ 12 കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഫ്രണ്ട്ലി കളിക്കേണ്ടത്, അതിന് ഫിഫയുടെ സാങ്ഷൻ വേണ്ടത് എന്തിനൊക്കെയാണ്. ഇപ്പോൾ അർജൻറ്റീന ടീമായിട്ട് കരാർ ഒപ്പിടാൻ ഫിഫയുടെ സാങ്ഷൻ ഒന്നും ആവശ്യമില്ല. ഫിഫയുടെ വിൻഡോ അവിടെ ഉണ്ടെങ്കിൽ ആ വിൻഡോയിൽ കളിക്കാം എന്ന് വേണമെങ്കിൽ ഏത് പ്രൈവറ്റ് പാർട്ടിക്കും അർജൻറ്റീന ടീമായിട്ട് ധാരണയുണ്ടാക്കുകയോ കരാർ ഒപ്പിടുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ ഫിഫയിലേക്ക് എത്താൻ വേണ്ടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ സമീപിക്കണമായിരുന്നു എന്ന് അറിയില്ല എന്ന് ഒരു ഓർഗനൈസർ പറഞ്ഞാൽ അതിന് മറുപടി പറയേണ്ടത് കായിക മന്ത്രിയാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇതിൻ്റെ ഓർഗനൈസർ കേരള സർക്കാരാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പ് പറയാത്ത ഒരു സ്പോൺസറെ കൊണ്ട് ഒരു കായിക ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയേക്കാണ്. അപ്പോൾ പിന്നെ ഈ പറയുന്ന നമ്മുടെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായ ഈ സ്പോർട്സ് ഫൗണ്ടേഷൻ കേരളയുടെ പണി എന്താണ്? അതിൽ ആരാണുള്ളത്? അതിൻ്റെ ഒഫീഷ്യൽസ് ആരാണ്? ഇതിൽ ഇടപെടൽ എന്താണ്? 2024 ജനുവരി, അത് 2023 അവസാനം മറ്റുമാണ് ഇദ്ദേഹം മാഡ്രിഡിൽ പോകുന്നത്. 24 ജനുവരി തുടക്കത്തിൽ തന്നെ മന്ത്രി വി അബ്ദുറഹ്മാൻ പറയുന്നത് അർജന്റീന ടീം സമ്മതിച്ചിട്ടുണ്ട്, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, സ്പോൺസർ കണ്ടെത്തി ഉടൻ. ആ ജനുവരിയിൽ 2024 ജനുവരിയിൽ തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും കേരള ഫുട്ബോൾ അസോസിയേഷനും പറഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇമെയിൽ ലഭിച്ചിട്ടില്ല എന്നാണ്. അതായത് അർജന്റീന അങ്ങനെ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ മന്ത്രി ആദ്യം ചെയ്യേണ്ടത് ഈ ഫെഡറേഷനിൽ അറിയിക്കുകയാണ്. ഫെഡറേഷൻ വഴിയാണ് ഇതിന് തുടക്കം തുടങ്ങേണ്ടത്, സ്പോൺസർക്ക് പിന്നെ ഉണ്ടാവേണ്ടത്. അവരറിഞ്ഞിട്ടില്ല എന്നാണ് 2024 പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അവസാന സമയത്താണ് ഈ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ വൈസ് പ്രസിഡന്റ് ഫിഫയെ സമീപിക്കുന്നത്. ഈ മാസം ഒക്ടോബറിലാണ്. നവംബറിൽ കളി നടക്കാതിരിക്കുകയാണ്. 60 ദിവസം മുമ്പ് തന്നെ സാങ്ഷൻ കിട്ടണം. എന്നിട്ട് ഈ ഒക്ടോബറിലാണ് വൈസ് പ്രസിഡന്റ് ഫിഫയുമായി സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ മൊത്തം അൽക്കുലത്ത് പരിപാടിയാണ് നടന്നിട്ടുള്ളത്. അതൊന്നാമത്തെ കാര്യം. എന്നിട്ട് ഈ പരിപാടി നടന്നില്ല, അതുകൊണ്ട് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ പരിപാടിയെക്കുറിച്ച് അറിയില്ലാത്ത ആളുകളാണ് ഇത് ഓർഗനൈസ് ചെയ്യാൻ ഇറങ്ങിയെന്നുള്ള ഒന്നാമത്തെ കാര്യം. 2, ഈ ഗ്രൗണ്ട് കൈമാറ്റവുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന് GCDയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് SFKക്കാണ് GCDയെ ഗ്രൗണ്ട് കൈമാറിയിട്ടുള്ളത്. അതായത് SFK ആണ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ. അപ്പോൾ SFKക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. SFK എന്ന് പറഞ്ഞാൽ മന്ത്രിയാണ് ചെയർമാൻ. മന്ത്രിക്കാണ് ഗ്രൗണ്ട് നന്നാക്കിയെടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം. സ്പോൺസർ അതിനുള്ള പണം ചെലവഴിക്കുന്ന ആളാണ്. പക്ഷേ GCD തന്നെ പറയുന്നതാണ്, GCD വാർത്താക്കുറിപ്പ് പറയുന്നത് SFK എന്ത് ചെയ്യുന്നു? ഇത് സ്പോൺസർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. അതെങ്ങനെയാണ് ഹാൻഡ് ഓവർ ചെയ്യാൻ കഴിയുക? അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യാൻ കഴിയില്ലല്ലോ. സർക്കാരാണ് ഇതിൻ്റെ ഓർഗനൈസറെങ്കിൽ സർക്കാരാണ് അവിടുത്തെ അറ്റകുറ്റപ്പണി നടത്തേണ്ടത്. അയാളുടെ പണം സ്വീകരിക്കാമെന്നേ ഉള്ളൂ. അയാളുടെ പണം സ്വീകരിക്കാൻ വേണം, ഈ ഇവൻറ്റ് നടത്താൻ വേണ്ടി അയാളുടെ പണം സ്വീകരിക്കാം. അയാൾ സ്പോൺസർ മാത്രമാണ്. ഇത് ചെയ്യേണ്ട പണി സർക്കാരിൻ്റെയാണ്. സർക്കാർ അതും അങ്ങോട്ട് വിട്ടു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ എന്ത് നടന്നു എന്ന് നമുക്കറിയില്ല. അവിടെ ഇപ്പോൾ ഫ്ലഡ് ലൈറ്റൊക്കെ മാറ്റണം എന്ന് പറഞ്ഞാൽ ഫ്ലഡ് ലൈറ്റ് മാറ്റിയോ, ടർഫ് നന്നാക്കിയോ, ഫെൻസിങ് പഠിപ്പിച്ചോ, സീറ്റുകളൊക്കെ റെഡിയാക്കിയോ, ഒന്നും അറിയില്ല. ഇത് നന്നാക്കിയിട്ട് ഞാൻ സർക്കാരിന് ഇത് കൈമാറുമെന്ന് പറയുന്നു. ഇതിൻ്റെ എഗ്രിമെൻ്റ് എവിടെയാണ്? SFKയും ഈ സ്പോൺസറും തമ്മിലുള്ള എഗ്രിമെൻ്റ് ഉണ്ടോ? ആ എഗ്രിമെൻ്റ് എവിടെയാണ്? എഗ്രിമെൻറ്റിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? അത് GCDക്ക് അറിയില്ല. കാരണം GCD കൊടുത്തത് സ്പോൺസർക്കല്ല, GCD SFKക്കാണ് കൊടുത്തത്. ഈ എഗ്രിമെൻ്റ് എന്താണെന്ന് പുറത്തു പറയാനുള്ള ബാധ്യത കായിക മന്ത്രിക്കുണ്ട്. അതിന് പകരം കായിക മന്ത്രി ഇന്ന് ചെയ്യുന്നത് എന്താണെന്നൊരു വനിതാ റിപ്പോർട്ടറെ അദ്ദേഹം തട്ടി മാറ്റുമോ, ഓടി രക്ഷപ്പെടുകയോ ചെയ്യുകയാണ്. ഇന്നലെ വേറൊരു റിപ്പോർട്ടറുടെ ചെവിയിൽ എന്തോ തെറി വിളിക്കുക, എന്താ പറഞ്ഞതെന്ന് അറിയില്ല, ചെവിയിൽ എന്തോ പറഞ്ഞിട്ട് ഓടുന്നു. ഇത് ഇങ്ങനെയൊരു മന്ത്രി ഉണ്ടോ? എന്താ നടന്നത്? ഈ കരാർ എന്താണെന്നുള്ളത് തുറന്നു പറയണം. കാരണം ഇത് ജനങ്ങളുടെ പണം കൊണ്ട് പെടുത്തുയർത്തിട്ടുള്ള 10-30 വർഷത്തെ പഴക്കമുള്ള ഗ്രൗണ്ടാണ്. ഇന്ത്യയുടെ ഒരു സ്പോർട്സ് ഐക്കണാണ് ആ സ്റ്റേഡിയം എന്ന് പറയുന്നത്. അതേക്കുറിച്ച് ഒന്നുമില്ല. വെറുതെ ഇപ്പോൾ ഈ PM ശ്രീ പദ്ധതിയെ പറ്റി പറയുമ്പോൾ അതിൽ CPI ഇരുട്ടിൽ നിർത്തി, ക്യാബിനറ്റ് ഇരുത്തി, ഇതൊരു എൻറ്റയർ സ്റ്റേറ്റിനെ മൊത്തം ഇരുട്ടിൽ നിർത്തുകയാണ് കായിക മന്ത്രി. എന്താണെന്ന് തുറന്ന് പറയണം. എഗ്രിമെൻ്റ് എന്താണ്, ഈ സ്പോൺസറുമായിട്ടുള്ള ഇടപാട് എന്താണെന്ന് തുറന്നു പറയണം. കാരണം ഈ സ്പോൺസറുമായിട്ടുള്ള ഇടപാട് തുറന്നു പറഞ്ഞേ മതിയാവും. കാരണം സ്പോൺസറുടെ ട്രാക്ക് റെക്കോർഡ് അത്ര വെടിപ്പല്ല. ഇതിൽ ഒരു കാര്യം, അതായത് ഒരു കളി നടത്താൻ തീരുമാനിക്കുന്നു, സർക്കാരാണ് അതിൻ്റെ ആലോചന നടത്തുന്നത്. അജ്മിസ് പറഞ്ഞ പോലെ പൈസയ്ക്ക് വേണ്ടി സ്പോൺസർ ഏൽപ്പിക്കുന്നു. പക്ഷേ കാര്യങ്ങൾ നടത്തുന്നതെല്ലാം സ്പോൺസറാണ്. മെസ്സിയുടെ അല്ലെങ്കിൽ അർജൻറ്റീന അസോസിയേഷനെ പോയി മീറ്റ് ചെയ്യുന്നത് സ്പോൺസറാണ്. അവിടെ പോയി ചർച്ചകൾ നടത്തുന്ന അദ്ദേഹമാണ്. ഫിഫയ്ക്ക് ലെറ്റർ കൊടുത്തു എന്ന് പറയുന്നത് സ്പോൺസറാണ്. ഇതെല്ലാം സ്പോൺസറെ ഏൽപ്പിച്ചിട്ട് സർക്കാർ ഇങ്ങനെ കൈയും കെട്ടിയിരിക്കുകയാണ്. എന്നിട്ട് എന്തെങ്കിലും മെസ്സി വരാനുള്ള സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് പറയും സർക്കാർ ഞങ്ങളാണെല്ലാം ചെയ്യുന്നതെന്ന് പറയും. സാധ്യതയില്ല എന്ന് പറയുന്ന സമയത്ത് പറയും സ്പോൺസറോട് ചോദിക്കൂ എന്ന് പറയും. അങ്ങനെ സർക്കാരിന് ഈ കാര്യത്തിൽ എങ്ങനെയാണ് വിട്ടു നിൽക്കാൻ പറ്റുക? അതായത് ഈ ചോദ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ എങ്ങനെ സർക്കാരിന് പറ്റും? ഇതേ ഞാൻ ഇന്നലെ പറഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടെ അപ്പുറം പോയി പറയുകയാണ്. ഇത് കേവലമായി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ധാർമ്മികതാ പ്രശ്നം, കേവലമായ ഉത്തരവാദിത്വ പ്രശ്നം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ടുള്ള സംശയങ്ങൾ ആളുകൾക്കുണ്ട്. ഇതൊരു
കൂറ്റൻ അഴിമതി പരിപാടിയായിരുന്നു. ആ അഴിമതി ഏർപ്പാടിൽ സർക്കാരിന് പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതായത് വളരെ ഷെയ്ഡി ആയിട്ടുള്ള ഭയങ്കര മോശം ട്രാക്ക് റെക്കോർഡുള്ള ഒരു മുതലാളി വരുന്നു, കേരളത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു തരാം എന്ന് പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ പൊതുസ്വത്തെടുത്ത് അയാളുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് നിങ്ങളെ ഇളക്കി മറിച്ചോളൂ എന്ന് പറയുന്നു സർക്കാർ. അതുമായി ബന്ധപ്പെട്ട എല്ലാ ഏർപ്പാടുകളും നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കരാർ പോലും ഇല്ലാതെ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രൗണ്ട് എടുത്ത് അയാൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ് കുറേ ദിവസമായി സംസാരിക്കുന്നുണ്ട്. ഈ ഇവൻ്റ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇവൻ്റ് നടക്കില്ല എന്ന് അയാൾക്ക് മാസങ്ങൾക്ക് മുമ്പേ അറിയാം. കാരണം നമുക്ക് അറിയാവുന്ന പോലെ അയാൾ പറയാണ് ഫിഫയുടെ അക്രഡിറ്റേഷൻ ഇല്ലാത്ത സ്റ്റേഡിയമാണെന്ന് എനിക്ക് മിനിഞ്ഞാന്നാണ് മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ സാധാരണ മലയാളിക്ക് അറിയാമല്ലോ എന്താ സംഭവം. കാരണം ഫിഫയുടെ അക്രഡിറ്റേഷനുള്ള സ്ഥലത്ത് വന്ന് കളിക്കാൻ പറ്റുന്ന അറിയാത്ത ആൾക്കാരല്ല, എല്ലാവർക്കും അറിയാം. അല്ല, അതിലൊരു തമാശ എന്താ വെച്ചാൽ ആദ്യം അദ്ദേഹം പ്രഖ്യാപിച്ചത് കാര്യവട്ടത്ത് കളി നടത്തുന്നതാണ്, ഗ്രീൻഫീൽഡിൽ. പിന്നെ ഈ സെപ്റ്റംബർ അവസാനമായപ്പോഴാണ് മൂപ്പർക്ക് കളി അവിടെ നടക്കില്ല, അത് ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് അപ്പോഴാണ് മൂപ്പർക്ക് മനസ്സിലായത്. യെസ്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി ഇന്റർനാഷണൽ ഏജൻസീസുമായിട്ടുള്ള നെഗോഷിയേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അതിൻ്റെ ചിട്ടവട്ടങ്ങളെക്കുറിച്ച് അറിയില്ല, അതിൻ്റെ നിയമങ്ങൾ അറിയില്ല, അതിന് നമ്മൾ എടുക്കേണ്ട എന്തൊക്കെ തരത്തിലുള്ള എഫേർട്ട് എടുക്കണമെന്നറിയില്ല. ഏറ്റവും അവസാനമാണ് അദ്ദേഹത്തിന് ഇത് അറിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഫ്രം ദ വെരി ബിഗിനിങ് ടു ദ എൻഡ് ഇതിൽ കംപ്ലീറ്റ് കള്ളത്തരം നമുക്ക് കാണാൻ പറ്റും. കാരണം ഇത് വരില്ല എന്ന് ഉറപ്പായിട്ടും അർജന്റീന ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള ഗ്രീൻ സിഗ്നലും കിട്ടാതിരിക്കുമ്പോഴും ഇവിടെ മുഖ്യമന്ത്രിയെ വിളിച്ചിരുത്തി അവലോകന യോഗം ചേരുന്നു, റീലുകൾ പുറത്തിറക്കുന്നു, സ്റ്റേഡിയം സന്ദർശിക്കുന്നു, പോലീസുമായിട്ട് കൂടിയാലോചന നടത്തുന്നു, മന്ത്രിയുമായിട്ട് വാർത്താ സമ്മേളനം നടത്തുന്നു എന്ന് വെച്ചാൽ നമ്മളെ കംപ്ലീറ്റ് പറ്റിക്കുന്ന ഒരു വലിയ ലാർജർ പ്ലാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ കാര്യം, അപ്പോൾ അതിൻ്റെ ഉദ്ദേശം വരില്ല എന്നറിഞ്ഞിട്ടും ഈ സംഗതി എന്തിനാണ് പുള്ളി സെറ്റപ്പ് ചെയ്യാൻ ശ്രമിച്ചത്, ആംബിയൻസ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അതിൽ നിന്ന് സാമ്പത്തിക ലാഭം എന്ന് പറയുന്ന അല്ലെങ്കിൽ സാമ്പത്തിക വരുമാനം എന്ന് പറയുന്ന താല്പര്യം അതിനകത്തുണ്ടായിരുന്നു. 130 കോടി കൊടുത്തു എന്ന് പറഞ്ഞു, പേപ്പറൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ 130 കോടി കൊടുത്തത് ഈ പറഞ്ഞ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലാക്ക് മണി ഇടപാടാണെന്ന സംശയം സീരിയസ് ആയിട്ട് ആളുകൾക്ക് മുമ്പിലുണ്ട്. അപ്പോൾ ഒരു ഷേഡി ക്യാരക്ടർ മനുഷ്യൻ വന്ന് അയാൾക്ക് വലിയ തോതിൽ പണം ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സംഗതിക്കകത്ത് സർക്കാർ നിന്ന് കൊടുക്കുന്നു. സർക്കാരിന് താല്പര്യം എന്താണ്? മന്ത്രി അബ്ദുറഹ്മാന് താല്പര്യം എന്താണ്? ആ താല്പര്യത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. ഒരു കരാറുമില്ലാതെ സ്റ്റേഡിയം മുതലാളിക്ക് കൊടുത്തതിന് താല്പര്യം എന്താണ്? ആ മുതലാളി ആ സ്റ്റേഡിയത്തിൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ GCDയോട് ആവശ്യപ്പെട്ടത് ഈ കളി കഴിഞ്ഞാലും എൻ്റെ കസ്റ്റഡിയിൽ സ്റ്റേഡിയം ഉണ്ടാവാൻ, അല്ലെങ്കിൽ എനിക്ക് സ്റ്റേഡിയത്തിന്മേൽ അവകാശം ഉണ്ടായിരിക്കണമെന്നൊരു ഡിമാൻഡ് അദ്ദേഹം മുന്നോട്ട് വെച്ചു. പക്ഷേ GCDയെ ആ ആവശ്യം ആ സമയത്ത് പരിഗണിച്ചില്ല എന്ന് കാണണം. അപ്പോൾ അദ്ദേഹം സ്റ്റേഡിയത്തിലേക്ക് വന്നിട്ടുള്ളത് ആ സ്റ്റേഡിയം ഏറ്റെടുത്ത് അവിടെ പണി നടത്തുന്നത് ദീർഘദൂര സ്വപ്നങ്ങളും താല്പര്യങ്ങളും വെച്ചിട്ടാണ്. ആ താല്പര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് ശരി നിങ്ങൾ എടുത്തോളൂ കലൂർ സ്റ്റേഡിയം എന്ന് പറയാൻ അബ്ദുറഹ്മാൻ ആരാണ്? അപ്പോൾ ഇത്ര വലിയ തോതിൽ, അതായത് ഞാൻ പറഞ്ഞത് സാമ്പത്തിക താല്പര്യം മാത്രമായി ഒരാൾ വരുന്നു, അല്ല കേരളത്തിന് മെസ്സിയെ കാണിച്ചു കൊടുത്തിട്ട് കേരളത്തിലെ ആളുകൾ മുഴുവൻ കൈയടിക്കും അത് കണ്ട് ആത്മനിർവൃതി അടയാൻ വരുന്ന ആളൊന്നുമല്ല ശ്രീ ആന്റോ അഗസ്റ്റിൻ. അദ്ദേഹം കച്ചവടക്കാരനാണ്, അദ്ദേഹത്തിന് ഒരുപാട് കച്ചവട സംരംഭങ്ങളുണ്ട്, അതിൽ പലതും ദുരൂഹമാണ്. അതൊരു സംരംഭം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം. ഇപ്പോൾ ആൾക്കാരെല്ലാം പറയും അയാൾക്ക് ഒരു മാധ്യമ സ്ഥാപനം കൂടിയുണ്ട്, എന്തുകൊണ്ട് ആ മാധ്യമ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിയോജിപ്പുകൾ വേറെ മാധ്യമ സ്ഥാപനത്തിലെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. അയാൾക്കുള്ള ഒരുപാട് ദുരൂഹ സ്ഥാപനങ്ങളിൽ അവരുടെ കൂട്ടത്തിൽ അയാൾക്കൊരു മാധ്യമ സ്ഥാപനമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. അതായത് മാധ്യമ സ്ഥാപനം മാത്രം നടത്തുന്ന ഒരു ജേർണലിസ്റ്റാണ് അല്ലെങ്കിൽ ഒരു മാനേജിംഗ് എഡിറ്റർ മാത്രമാണ് അദ്ദേഹം നല്ല നമ്മൾ കണ്ടത്. അദ്ദേഹം വലിയ ഇപ്പോഴും ഇൻഫർമേഷൻ മിനിസ്ട്രിയുടെ രേഖകളിൽ അദ്ദേഹത്തിന്റെ കമ്പനി അല്ല അതിന്റെ ഉടമ അല്ല. ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നികേഷ് കുമാറും റാണി നികേഷും ഡയറക്ടറായിട്ടുള്ള കമ്പനിയാണ് ഇപ്പോഴും അതിനെ സർക്കാരിൻ്റെ രേഖയിൽ ഓണർഷിപ്പ് എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ആൻഡോയെ മനസ്സിലാക്കുന്നത് ആൻഡോ ഒരു ചാനലിൻ്റെ ഉടമ മാത്രമാണ്, ബാക്കി ചാനലുകൾക്കെല്ലാം പുള്ളിയുടെ എന്തോ പ്രശ്നമാണ്. അങ്ങനെയാണ് കണ്ടത്. ആൻഡോ ഒരു ചാനലിൻ്റെ ഉടമ മാത്രമല്ല, ആൻഡോ ചാനലിൻ്റെ ഉടമയായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. അതിന് മുൻപ് തന്നെ ആൻഡോയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം സംരംഭങ്ങളുണ്ട്. ലോറി കച്ചവടത്തിൻ്റെ സംരംഭമുണ്ട്, മാംഗോ ഫുഡിൻ്റെ കച്ചവടത്തിൻ്റെ ഏർപ്പാടുണ്ട്, ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്, മരമുറി പ്രശ്നമുണ്ട്. അദ്ദേഹത്തെ ആളുകൾക്ക് ഏറ്റവും വലിയ മരമുറി കേസുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഏതോ ചാനൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൻ്റെ കേവല വിരോധം തീർക്കുകയാണ് മറ്റ് ചാനലുകൾ എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ്? അപ്പോൾ അത് അദ്ദേഹത്തിന് ഒരു സംരംഭം മാത്രമാണ്, അതിൽ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്, നമ്മുടെ പരിചയക്കാർ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. അതല്ല ഇത് അദ്ദേഹത്തിന് ചാനലുടമ എന്ന നിലയ്ക്കല്ല ഞാൻ കാണുന്നത്. മറിച്ച് കേരളത്തിൻ്റെ പൊതുമുതൽ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ ഗുരുതരാക്ഷേപം നേരിടുന്ന ഒരാൾ ഇങ്ങനെ ഒരു സാമ്പത്തിക താല്പര്യമായിട്ട് വന്നപ്പോൾ അയാൾക്ക് സ്റ്റേഡിയം എടുത്തു കൊടുക്കാൻ കരാറില്ലാതെ, നാളെ അയാൾ ഈ സ്റ്റേഡിയം നിർമ്മിച്ചു, ഇപ്പോൾ അയാൾ സ്റ്റേഡിയത്തിൽ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാതിയായപ്പോൾ അയാൾ പറയുന്നത് എനിക്ക് സാമ്പത്തികമായിട്ട് അത്ര ഗുണപരമല്ല ഇത്, അതുകൊണ്ട് കസേര മൊത്തം പിടിപ്പിച്ചിട്ടില്ല, പാതി കിടക്കുന്നു, ഞാൻ പോവാണെന്ന് പറഞ്ഞാൽ ആരോട് ചോദിക്കും? ചോദിക്കണ ഒരു പേപ്പർ വേണ്ടേ? ഈ പേപ്പർ പ്രകാരം ഇത് മൊത്തം ശരിയാക്കി തരാമെന്ന് താൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ തന്നിട്ടില്ല, നിയമ നടപടി സ്വീകരിക്കുന്നത് വെച്ചാൽ ഏത് പേപ്പറെന്ന് ചോദിക്കാൻ നമ്മുടെ പേപ്പറില്ല. കോടാനുകോടി രൂപയുടെ മുടക്കി ഉണ്ടാക്കിയ ഈ കലൂർ സ്റ്റേഡിയം നിങ്ങൾ ഫ്ലറ്റിൽ എന്താ പറയുക ലൈറ്റ് ഇളക്കി കളയുകയോ അല്ലെങ്കിൽ നിങ്ങൾ കസേര ഇളക്കി കളയുകയോ പാർക്കിംഗ് മുഴുവൻ നിങ്ങൾ കുഴച്ച് മറിക്കുകയോ എന്ത് ചെയ്താലും എനിക്ക് സാമ്പത്തികമായ വയബിളല്ല നിർത്തുക എന്ന് പറഞ്ഞാൽ എവിടെ ചോദിക്കും?
അപ്പോൾ ഇത് അങ്ങനെ എടുത്തു കരാറില്ലാതെയും പേപ്പറില്ലാതെയും വ്യവസ്ഥയില്ലാതെയും എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലെ സാമ്പത്തിക താല്പര്യം സർക്കാരിലെ പ്രധാനികൾക്കും ഉണ്ടായിരുന്നോ എന്ന സംശയം സാധാരണ നിലയ്ക്ക് ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് കേവലം മെസ്സി വരാത്തതിൻ്റെ ഒരു നിരാശാ പ്രശ്നം മാത്രമല്ല, മെസ്സി വരില്ല എന്നുറപ്പായിട്ടും വലിയ തോതിലുള്ള സാമ്പത്തിക ഡീലിംഗ് നടത്താനും പരസ്യം എടുക്കാനും കൂടുതൽ സ്പോൺസേഴ്സിനെ കൊണ്ടുവരാനും ഒക്കെ നടത്തിയിട്ടുള്ള ഏർപ്പാടിന് സാമ്പത്തിക താല്പര്യം മാത്രം, മെസ്സിയുടെ താല്പര്യത്തിനൊക്കെ അപ്പുറം മെസ്സി വരില്ല എന്ന് പറഞ്ഞിട്ടും സാമ്പത്തിക താല്പര്യം പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സാമ്പത്തിക താല്പര്യത്തിനകത്ത് ആർക്കൊക്കെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ, അതുകൊണ്ടാണോ അവർക്ക് ഈ കാര്യം വിശദീകരിക്കാൻ കഴിയാതെ ഓടുന്നത്, അത് ചോദിക്കുന്ന മാധ്യമങ്ങളോട് ഇപ്പോഴും അവർ ചൂടാവുന്നത് എന്ന പോയിന്റ് വിശദീകരിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മെസ്സി വന്നില്ല, കഷ്ടമായി പോയി, ഇനി അടുത്ത വിൻഡോയിൽ നോക്കാം, അത് അവർ വിൻഡോയിൽ കൊണ്ടുവരുമോ കൊണ്ടായിരിക്കും അവരുടെ കാര്യം. പക്ഷേ ഇപ്പോൾ സീരിയസ് ആയിട്ടുള്ള സംശയം സർക്കാരിനുമായി ബന്ധപ്പെട്ടുണ്ട്. മുതലാളിക്ക് ലാഭമുണ്ടാക്കാൻ നിങ്ങൾ ചെയ്തു കൊടുത്തത് എന്താണ്, അതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് തിരികെ കിട്ടുന്നത് എന്താണ്, നിങ്ങൾ തമ്മിലുള്ള ഡീൽ എന്താണ്, അതിലെ സാമ്പത്തിക താല്പര്യം എന്താണ്, അതിലെ മലയാളിയെ വഞ്ചിച്ച പോയിന്റ് എവിടെയാണ്, അത് വിശദീകരിക്കാൻ സി അബ്ദുറഹ്മാൻ ബാധ്യതയുണ്ട്. അല്ലാതെ 3 ദിവസം കഴിയുമ്പം മെസ്സി പോയി അടുത്ത വിവാദം വന്നോളും എന്ന് വിചാരിച്ചിരിക്കേണ്ട. ചോദിക്കാൻ കുറച്ച് മനുഷ്യന്മാർ ഇവിടെ ഉണ്ട് എന്ന കാര്യം ഓർക്കുക. അത് കേവലം മാധ്യമങ്ങൾ തമ്മിലുള്ള എന്തോ റൈവലറി ആണെന്ന് വിശദീകരിച്ച് പോയിക്കളയാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. അതായത് ഒരുപാട് ചോദ്യങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ദിവസേന. നമ്മൾ ആരെങ്കിലും കാണുന്നുണ്ടോ മന്ത്രി വി അബ്ദുറഹ്മാനെ അനുകൂലിച്ച് അല്ലെങ്കിൽ സ്പോൺസറെ അനുകൂലിച്ച് ആരെങ്കിലും സോഷ്യൽ മീഡിയയിലെങ്കിലും ഒരു പോസ്റ്റ് ഇടുന്നത് നമ്മൾ കാണുന്നതേയില്ല. അതായത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ മന്ത്രി ബാധ്യസ്ഥനാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പച്ച മലയാളത്തിൽ അദ്ദേഹം എന്താണ് സംഭവിച്ചത്, എന്തായിരുന്നു കരാർ, എന്തായിരുന്നു ഇവരുമായുള്ള ഡീൽ എന്ന് കൃത്യമായി പറയാൻ തയ്യാറാകണം. എന്തുകൊണ്ട് മെസ്സി വന്നില്ല, എന്തുകൊണ്ട് കാര്യവട്ടത്ത് തീരുമാനിച്ച കളി കരൂരിലേക്ക് മാറ്റി എന്നൊക്കെ മന്ത്രി വിശദീകരിക്കേണ്ടതുണ്ട്. ഇതൊന്നും വിശദീകരിക്കാതെ വെറുതെ മാധ്യമങ്ങളോട് ചൂടായതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം.